ഹായ് ഡിയർ. വളരെ ഈസി ആയിട്ടും എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വള എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കിയാലോ. കൂടുതൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ലൊരു വള നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഇതുപോലൊരു ഫ്രെയിമാണ്. ഞാൻ 2 വള ഉണ്ടാക്കേണ്ടതാണ്, 2 ഫ്രെയിം എടുത്ത് കേട്ടോ. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ രണ്ടറ്റം നമ്മളൊന്നിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കണം. നമ്മളെ കൈമിൽ കുത്തുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു പ്ലെയർ വെച്ചിട്ട് ആ രണ്ടറ്റും നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആയാൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ കുത്തുന്നത് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമായത് സ്റ്റോൺ ചെയിനുകളാണ്. നമുക്ക് ഏത് ചെയിനാണോ ഇഷ്ടം ആ ചെയിൻ എടുക്കാം. ഏത് കളറാണോ വേണ്ടത് അതെടുക്കാം. എൻ്റെ അടുത്തൊരു 4 കളറുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതൊരു വൈറ്റാണ്. വൈറ്റ് പോലെ തിളക്കം വരുന്ന ഒരു കളറ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്കതാ ഭംഗിയായി തോന്നിയത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതെടുക്കട്ടോ. ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നത് ബട്ടൺ ഹൗസിൽ നിന്നാട്ടോ. ഈ ഓരോ ചെയിനും മീറ്ററിന് 40 രൂപ വെച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് പശയാണ്. ഇത് പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ആ പശയാണ്. പിന്നെ നമ്മൾ ആ ഫ്രെയിം എടുത്തിട്ട് അതിന് നല്ലോണം പശ തേച്ച് കൊടുക്കുക. പശ തേക്കുമ്പോൾ തീരെ പിശുക്കാതെ നല്ലോണം തേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ആ ചെയിൻ എടുത്തിട്ട് നമ്മൾ ചുറ്റി ഇങ്ങനെ കൊടുക്കാം. പശ തേച്ച് ചുറ്റി കൊടുക്കാം. പിന്നെ ഈ ഫ്രെയിം ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കമ്പി വള ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കളറ് പോകുമ്പോൾ നമ്മൾ ഒഴിവാക്കും. അതെടുത്തിട്ടൊരു 3-4 വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിം കിട്ടും. എന്നിട്ട് അതുകൊണ്ട് ഇതേപോലെ വളകൾ ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് ഈ ചെയിൻ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരാം. പിന്നെ നമുക്ക് ഈ വളൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉപയോഗിച്ചാണ്ട് ഒഴിവാക്കുന്ന കമ്പി വള ഉണ്ടല്ലോ, സെറ്റായിട്ട് കിട്ടണ ആ വള എടുത്തിട്ടൊരു 3-4 വള എടുത്തിട്ട് ക്ലോ ചെയ്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്രെയിം കിട്ടും. എന്നിട്ട് അതിന്മേൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ ചെയിൻ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഒട്ടിച്ചാൽ ഇതേപോലെ ഒരു വള കിട്ടും. അങ്ങനെ നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് കംപ്ലീറ്റ് ആയതിനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. പിന്നെ നമ്മൾ രണ്ടാമത്തും അതേപോലെ തന്നെ കേട്ടോ ആ പശ തേച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. രണ്ടാമത്തും ഞാൻ അതേ സ്റ്റോൺ ചെയിൻ എടുക്കുന്നത്, കളർ മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ നല്ലപോലെ ചുറ്റി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഡിസൈനുകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ചെയിൻ തന്നെ മതി, അങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ രണ്ടാമത്തെ വളയും ഏറെക്കുറെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞ് നല്ലോണം പശ തേച്ചില്ലെങ്കിൽ ഇതേപോലെ ഇളക്കി വിടും. ഞാൻ അവിടെ തേച്ച പശ കുറച്ച് കുറഞ്ഞു, അപ്പോൾ പിശുക്കാതെ നല്ലോണം പശ തേച്ച് ഒട്ടിച്ച്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമ്മൾ ഇതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം മാക്സിമം ഒരു ദിവസം ഫുള്ള് വെയിൽ വെച്ച്. ഇപ്പം വെയിലിന് കുറവില്ലല്ലോ, നല്ലോണം കൊള്ളിച്ചു, നല്ല വെയിൽ കൊള്ളിച്ചു, നല്ല രസമായില്ലേ. അങ്ങനെ ഞാൻ വെയിൽ കൊള്ളിച്ചെടുത്തതാണ്ടത്. ഒരു ദിവസം ഫുള്ള് വെയിൽ കൊണ്ടുവന്നെ, അപ്പം നല്ല രസം. അപ്പം ഞാൻ വെയിൽ കൊള്ളിച്ച് എടുത്ത വളയുന്നത് നല്ല രസമല്ലേ. ഫൈനൽ ലുക്ക്. ഈ വളൻ്റെ വിശേഷം എത്ര ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ലൈക്കൊക്കെ ഇടാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.